നമസ്കാരം. ഇന്ന് വള്ളുവനാട് മാട്രിമോണിയിൽ നിന്ന് അക്ഷയ് ഭരത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ജയശങ്കർ ഒറ്റപ്പാലം, വള്ളുവനാട് മാട്രിമോണിയിൽ. ഇന്ന് അക്ഷയ് ഭരത് അത്തം നക്ഷത്രമാണ്, 27 വയസ്സ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഹൈറ്റ് വന്നിട്ട് 177, വെയ്റ്റ് വന്നിട്ട് 62 kg. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആ കുട്ടിയുടെ ആനുവൽ ഇൻകം അല്ലെങ്കിൽ CTC എന്ന് അവരുടെ ഭാഷയിൽ പറയുന്നത് 16 ലക്ഷം രൂപയാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനി ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ബിസിനസ്സാണ്, സ്റ്റീൽ, അയൺ ഇതിൻ്റെയൊക്കെ ട്രേഡിങ് നടത്തുന്ന ആളാണ്. അമ്മ വന്നിട്ട് ഹൗസ് വൈഫാണ്. ഇവർ എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ ഡീറ്റെയിൽ തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിലോട് ഞാൻ പറയാം. അക്ഷയ് ഭരത്, അത്തം നക്ഷത്രം, 27 വയസ്സ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ്, ഹൈറ്റ് വന്നിട്ട് 177, വെയ്റ്റ് വന്നിട്ട് 62 kg. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അദ്ദേഹത്തിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 16 ലക്ഷം രൂപയാണ്. MNC ബാംഗ്ലൂരിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ബിസിനസ് ആണ്, സ്റ്റീൽ അയൺ ട്രേഡിങ്ങിൻ്റെ. അമ്മ വന്നിട്ട് ഹൗസ് വൈഫാണ്. എറണാകുളത്താണ് ഇദ്ദേഹം അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ ഇന്ന് കൂടെ ഞാനിപ്പോൾ നമ്മളുടെ ഓഫീസുകളിൽ ഇപ്പോൾ പാലക്കാടായാലും ഒറ്റപ്പാലത്തായാലും നിരന്തരം ഓരോരോ രക്ഷിതാക്കൾ വരാറുണ്ട്. അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ അവരെന്നോട് പറയാറുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജാതക സംബന്ധമായിട്ടുള്ള ഒരു തടസ്സമാണ് ഒരു മേജർ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നത്. ഇപ്പം ജാതകം നോക്കണ്ട എന്ന് വെച്ചാലും ഈ തടസ്സങ്ങൾ, വേറെ തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ജാതകമാണ് നമുക്ക് പലപ്പോഴും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങളുടെ ജാതകം എന്തോ ആവട്ടെ, ശുദ്ധജാതകമോ ദോഷജാതകമോ എന്തായി കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് പണിക്കരെ കൊണ്ട് അല്ലെങ്കിൽ ജ്യോതിഷനെ കൊണ്ട് നോക്കിച്ചതിന് ശേഷം മാത്രമാണ് ഒരു പ്രൊഫൈലിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം പറയാവൂ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ ജ്യോതിഷം ആയിട്ട് പഠിച്ചിട്ട് ആൾക്കാരെ സമ്മതിക്കില്ല ഈ കാര്യം. എന്നാൽ പോലും എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഇൻ ജനറലായിട്ട് ആൺകുട്ടികൾ ശുദ്ധജാതകം, പെൺകുട്ടികൾ ദോഷജാതകം, ഇങ്ങനെയാണ് വരുന്നത്. ഇൻ ജനറൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ഏകദേശം 60% എബോവ് ആൺകുട്ടികൾ ദോഷജാതകം, ഏകദേശം അതിനോടടുത്ത് തന്നെ പെൺകുട്ടികൾ ദോഷജാതകം. അപ്പോൾ പിന്നെ കല്യാണം നോക്കാൻ അല്ലെങ്കിൽ ജാതകം നോക്കാൻ പറ്റുന്നത് ബാലൻസ് ഉള്ള 40 to 40% അല്ലെങ്കിൽ 20% ആൾക്കാരുടെ മാത്രമേ ജാതകം നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുന്ന അവസരത്തിൽ എങ്ങനെയാണ് നമ്മളുടെ കുട്ടികളുടെ വിവാഹം നടക്കുക എന്നുള്ളതിനെ പറ്റി നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഇന്ന് 5 പണിക്കരുടെ അടുത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും ഓരോ പണിക്കന്മാരുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് നിന്ന് കിട്ടുക. ഒരു ജ്യോതിഷൻ അരദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജ്യോതിഷം പറയും ശുദ്ധജാതകമാണ്. വേറൊരു ജ്യോതിഷം പറയും ഒരു ദോഷമുണ്ട് എന്നുള്ളത്. വേറെ നാലാമതൊരാളെ കാട്ടിയാൽ പറയും 1.5 ദോഷമുണ്ട് പറയും. അപ്പോൾ എന്താണ് ചെയ്യുക? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആര് പറഞ്ഞതാണ് വിശ്വസിക്കുക? അപ്പോൾ നമുക്കിപ്പോൾ ജ്യോതിഷ പാർട്ട് നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ശരിയാക്കാനോ അവരെ നന്നാക്കാനോ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 പ്രൊഫൈലുകൾ ഓക്കെ ആണെങ്കിൽ
കുടുംബപരമായിട്ട്, എഡ്യൂക്കേഷൻ പരമായിട്ട്, ജോലി സംബന്ധമായിട്ട്, ഹൈറ്റ് വെയ്റ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു പണിക്കർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ നിങ്ങളോട് പറയുകയാണ് ഈ ജാതകം ഇന്ന കാരണം കൊണ്ട് യോജിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പറഞ്ഞ കാര്യവുമായിട്ട് മുന്നോട്ട് പോകണം. നമ്മളിവിടെ ജ്യോതിഷത്തിൽ റിസർച്ച് നടത്തലല്ല നമ്മളുടെ പണി, മറിച്ച് നമ്മളുടെ കുട്ടികളുടെ മക്കളുടെ വിവാഹം കൃത്യമായിട്ട് മംഗളകരമായിട്ട് തന്നെ നടക്കണം. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ താലൂക്കിലോ അല്ലെങ്കിൽ വാർഡിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷമായിട്ടായിരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്യുക. ഇദ്ദേഹം എന്താണോ പറയുന്നത് വെച്ചാൽ അത് മൊത്തം നമ്മൾ പഠിച്ചു വയ്ക്കും. 2-3 ശ്ലോകം ചെല്ലും. ആ ശ്ലോകം നിങ്ങളാരും പഠിക്കില്ല, ബാക്കിയെല്ലാം പഠിച്ചു വയ്ക്കും. സുഹൃത്തുക്കളെ, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഒരു കാരണവശാലും ഇത് നിങ്ങൾ പഠിച്ചു വെക്കരുത്. ഇത് അവരുടെ ജോലിയാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ജ്യോതിഷത്തിൻ്റെ പണി അവർക്ക് കൊടുക്കൂ. നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പഠിച്ചു വെക്കണ്ട. നിങ്ങൾ ആ പാർട്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് എഴുതൂ. പല ആളുകളുടെയും പ്രൊഫൈൽ കാണുന്ന സമയത്ത് വാസ്തവത്തിൽ എനിക്കെന്നെ വായിക്കുമ്പോൾ പേടിയാവാറുണ്ട്. 7 ചൊവ്വ. ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് 7 ചൊവ്വ, എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എഴുതിയിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അവർ പറയും, അയ്യോ ഇത് ജ്യോതിഷൻ പറഞ്ഞ പ്രകാരം ചെയ്യണം കേട്ടോ, ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം വറീഡ് ആവണത് എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജ്യോതിഷത്തിന് എഗനിസ്റ്റ് അല്ല ഞാൻ. ജ്യോതിഷത്തിനോടുള്ള നിങ്ങളുടെ അപ്രോച്ച് മാറ്റണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ കുട്ടികളെ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങളത് ചെയ്യണം. വീട്ടിൽ ചിലപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരെങ്കിലും സഹോദരന്മാരോ അല്ലെങ്കിൽ അമ്മാവൻ അങ്ങനെയൊക്കെ പറയുമല്ലോ, ഇവരാരെങ്കിലും ജ്യോതിഷം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ജ്യോതിഷം പഠിച്ചിട്ട് നമ്മുടെ കുട്ടിയുടെ നോക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഈ റിലേറ്റീവ്സിനെ കൊടുക്കും, ഇതൊന്ന് നോക്കൂ പറഞ്ഞിട്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രയോ വീടുകൾ എനിക്കറിയാം ഇങ്ങനെ ജ്യോതിഷം പഠിച്ച് റിലേറ്റീവ്സ് നോക്കുന്നത്. അതിൽ അപാകതകളൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ് അവർ നോക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡോക്ടേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മിനിമം റൂളുണ്ട്. ആ റൂളൊന്ന് ഫോളോ ചെയ്യണം എല്ലാവരും എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറുടെ വീട്ടിലത്തെ ക്ലോസ് റിലേറ്റീവിൻ്റെ സർജറിയോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ ആ ഡോക്ടർ ഒരിക്കലും ചെയ്യില്ല. അത് അവരുടെ മറ്റുള്ള കൊലീജീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക വരും. ഇവിടെയും അതേപോലുള്ള ഒരു റൂള് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിലത്തെ ജ്യോതിഷം ആർക്കെങ്കിലും നോക്കാനുണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട് പൊരുത്തം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടേ നോക്കിക്കണം. ഇല്ലെങ്കിൽ ആരാണോ വീട്ടിലത്തെ നോക്കണം വെച്ചാൽ അവരുടെ ഗുരുനാഥന്മാരെ കൊണ്ട് നോക്കിപ്പിച്ചോളൂ. നിങ്ങൾ ഒരിക്കലും നോക്കരുത്, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒരിക്കലും നോക്കരുത്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കുക. വിവാഹം നടക്കാൻ വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. 10-36 ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. 26 വയസ്സ് തൊട്ടിട്ട് ഇപ്പോൾ ഏകദേശം 34-35 വയസ്സ് വരെ എത്തിയിട്ടുള്ള അനവധി ആളുകൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ അവർ 2-2.5 വർഷമായിട്ട് ഇരിക്കുക. സ്വയം ആലോചിക്കൂ, എവിടെയാണ് ബുദ്ധിമുട്ട് നേരിടുന്നതെന്നുള്ളത് സ്വയം ആലോചിക്കൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു വെക്കാതെ കല്യാണം നടക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സ്വയം ആലോചിക്കൂ. പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ വർത്തമാനങ്ങൾ പറയാൻ പറ്റുമോ അത് ചെയ്യൂ.
എന്തൊക്കെയുണ്ട് പ്രൊഫൈലിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ വെച്ചാൽ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത സബ്ജക്റ്റുകളെ കുറിച്ച് എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ അതൊക്കെ എടുത്ത് കളയൂ. അങ്ങനെ ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കൂ. ജ്യോതിഷം നോക്കണം, നോക്കേണ്ടവർ തീർച്ചയായിട്ടും നോക്കണം. ഒരു കാരണവശാലും അതിനെ മാറ്റി വയ്ക്കരുത്. പക്ഷേ ഞാൻ ഇന്ന ആളെ കൊണ്ട് തന്നെ നോക്കിക്കുള്ളൂ, എൻ്റെ തറവാട്ടിലെ ഇന്ന ആളാണ് പണിക്കർ അല്ലെങ്കിൽ ജ്യോതിഷൻ, അവരെ കൊണ്ട് തന്നെ നോക്കിപ്പിക്കുള്ളൂ, അങ്ങനെ വാശി പിടിക്കരുത്. അവർക്കൊക്കെ തെറ്റുപറ്റാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളും ജോലി സ്ഥലത്ത് എത്ര വലിയ സ്കോളർഷിപ്പോടെ പാസ്സായിട്ടുള്ള ആളാണെങ്കിലും നമുക്കൊക്കെ തെറ്റുപറ്റുന്നുണ്ട്. അതുപോലെ ജ്യോതിഷനും തെറ്റുപറ്റും, പറ്റിയേ മതിയാവുള്ളൂ. പക്ഷേ ഏതെങ്കിലും ജ്യോതിഷം പറയുമോ എനിക്ക് തെറ്റുപറ്റി എന്നുള്ളത്? ഒരിക്കലും പറയില്ല. അപ്പം നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ആക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഞാൻ ഇന്നത്തെ ഗ്രൂമിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ആവശ്യക്കാർ എന്നെ സമീപിക്കുക. എൻ്റെ ഡീറ്റെയിൽ അവിടെ ഉണ്ട്, നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സമീപിക്കുക. താങ്ക് യു സോ മച്ച്.